Hello everyone. Welcome to yet another episode of Logic Launch. Myself, Riyaz Rahim from Logic School of Management. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബികോം ACCA ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൂടെ സംസാരിക്കാനുള്ളത് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ CMS സന്തോഷ് കുമാർ സാറാണ്. സർ, ഞാനൊരു 12 ഇയേഴ്സ് ആയിട്ട് ഈ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ളതാണ്. ഞാൻ 2 തരത്തിലെ ACCA പ്രോഗ്രാംസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ലോജിക്കിൽ കൊടുക്കുന്ന ACCA പ്രോഗ്രാം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ബിഹൈൻഡ് റീസൺ ഒന്ന് പറയാമോ സർ? എന്താണ് അങ്ങനെയെന്നുള്ളത്? തീർച്ചയായിട്ടും. ഒറ്റ സെൻറ്റൻസിൽ ആൻസർ പറഞ്ഞാൽ സാലറി ആൻഡ് ജോബ് പ്രൊഫൈൽ. നമുക്ക് CA എക്സാമ്പിളായിട്ട് എടുക്കാം. ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് CA ഫൈനലും പാസ്സായി കഴിയുമ്പോൾ ഇവർ പലപ്പോഴും അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല പ്രൊഫൈലിലും നല്ല സാലറിയിലുമാണ്. ലോജിക്കിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പല ബിഗ് 4 കമ്പനികളിൽ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ സാലറിയോട് കൂടിയാണ്. അപ്പം അതേപോലെ നമ്മുടെ തോട്ട് ഇതാണ്. അപ്പം നമ്മുടെ ACCA സ്റ്റുഡൻസിനും ഇതേപോലെ പ്രാക്ടിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ സാലറിയിൽ ബെറ്റർ പൊസിഷനിൽ ഇവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ലേ? ഈ തോട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം, ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അവിടെ അക്കാഡമിക്സിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കില്ലിനും പ്രാക്ടിക്കൽ സ്കിൽസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ച ഫാക്ടർ. സർ, ഞാൻ പിന്നെ കേട്ടേക്കുന്ന ഒരു കൺസേൺ, അല്ലെങ്കിൽ കുറേ +2 കഴിഞ്ഞ പാരൻസിൻ്റെയും കുട്ടികളുടെയും കൺസേൺ ആണ്. അവരൊരു ചോദ്യമാണ്, 13 പേപ്പർ ACCA പഠിച്ചു കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയും അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കഴിഞ്ഞ് 9 പേപ്പർ എക്സംഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടിയും തമ്മിലുള്ള വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോബ് റോളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. യെസ്, അതിന് ഞാൻ ആൻസർ ചെയ്യാം. ഈ എക്സംഷനുള്ള 9 പേപ്പർ നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം റെലവൻ്റ് ആണ്. അതേസമയം ലോജിക്കിൽ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ് ആക്ച്വലി എല്ലാ പേപ്പറും പഠിക്കുന്നുണ്ട്. ആ എക്സംഷൻ ഇല്ലാത്ത 4 പേപ്പർ മാത്രമല്ല, എക്സംഷനുള്ള 9 പേപ്പർ അവർ പഠിക്കുകയാണ്. നമ്മളിവിടെ പഠിപ്പിക്കുക അവരെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് അക്കാഡമിക്കലി കിട്ടുന്ന അറിവ് ഒരു രീതിയിലും കുറയുന്നില്ല. അതുകൂടാതെ ഈ ACCA പേപ്പേഴ്സ് ബികോം സിലബസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് റേറ്റഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ ബികോം സിലബസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി 2 വട്ടം ഇവർ പഠിക്കുന്നത്. ബികോമിനോടൊപ്പം പഠിക്കുമ്പോൾ ഈ 13 പേപ്പേഴ്സും പഠിക്കുന്നുണ്ട്. പിന്നെ ലോജിക്കലി ഇതിന് ക്ലാസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ലോജിക്ക് ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഇത് പഠിപ്പിക്കുമ്പോഴും ഇത് പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കാഡമിക്കലി ഒരു കുറവ് ഇവർക്ക് സംഭവിക്കുന്നില്ല. ഈ കരിക്കുലം നമ്മൾ ആക്ച്വലി ലോജിക്കും ACCയുടെ അപ്രൂവലോടുകൂടി ടോപ്പ് റേറ്റഡ് യൂണിവേഴ്സിറ്റീസുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ കരിക്കുലം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്കാഡമിക്കലി ഒരു കുറവും സംഭവിക്കാത്ത രീതിയിലാണ് ഈ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സർ, നോർമലി ഒരു CA ക്വാളിഫൈ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് പ്രൊഫഷണലായി ബിഗ് 4 ജോലിക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഡിഗ്രി റെലവൻസി ചോദിക്കുന്നില്ല. പക്ഷേ ഞാൻ കേട്ടേക്കുന്നത് ACCA ക്വാളിഫൈ ചെയ്തിട്ട് ഒരു ബിഗ് 4 ജോലിക്ക് കയറുമ്പോൾ അവിടെ ഒരു ഡിഗ്രിയുടെ പ്രസൻസ് ചോദിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെയാണ് റിലവൻ്റ് ആവുന്നത്? ഓക്കെ, റിയാസ് പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. ഇന്ന് പല കോർപ്പറേറ്റ്സും എക്സ്പെഷ്യലി ബിഗ് 4s ACCA പാസ്സായി ചെല്ലുമ്പോൾ ഗ്രാജുവേഷനോട് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ACCA പഠിക്കുന്ന കൂട്ടത്തിൽ ഗ്രാജുവേഷൻ ബികോം പോലെയുള്ള ഒരു ഗ്രാജുവേഷൻ തീർച്ചയായിട്ടും പ്രിഫറബിളാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പല ടോപ്പ് റേറ്റഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ ബികോം സിലബസിൽ നമ്മൾ ACCA പേപ്പേഴ്സ് മാപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഈ പറയുന്ന ബികോമും ACCയും ഒരേ സമയത്ത് നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോർപ്പറേറ്റ്സിൻ്റെ ബിഗ് 4സിൻ്റെ ഈ റിക്വയർമെൻറ്റ് നമ്മുടെ സ്റ്റുഡൻസ് മീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. സർ, ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ബികോം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ലെസ് റിസ്കി ആണെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് സർ? യെസ്, റിയാസ്, ഈ ACCയുടെ റിസൾട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അത് പേപ്പർ വൈസ് ആണ്. എങ്കിൽ പോലും നമുക്ക് പറയാം നോർമലി ഒരു 40 to 50% ആണ് ACCയുടെ പാസ് റേറ്റ്. നമ്മൾ ഈ 50% എടുത്താൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? 2-ൽ 1 റീടേക്ക് എടുക്കുന്നുണ്ട് അല്ലേ?
2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ എക്സാം എഴുതുന്നുണ്ട്. അതേസമയം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ബികോം പാസ്സാവുന്ന മൊമെൻറ്റിൽ ഈ 9 പേപ്പറിന് എക്സംഷൻ കിട്ടുക. ദാറ്റ് മീൻസ് ബികോം പാസ്സാവുന്ന ഒരാൾ ബികോം പാസ്സായി കഴിയുമ്പോൾ ഈ 9 പേപ്പറിന് എക്സംഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പാസ് റേറ്റ് അല്ലേ? അതുകൂടാതെ നിങ്ങൾക്കറിയാമല്ലോ ACCയുടെ എക്സാമിനേഷൻ ഫീസ് 2 ടൈംസോ 3 ടൈംസോ റീടേക്ക് വന്നാൽ അവിടെ വരുന്നൊരു കോസ്റ്റ് ഇവിടെ അവോയ്ഡഡ് ആയല്ലോ. ഈ 100% റിസൾട്ട് ബികോം പാസ്സാകുമ്പോൾ 9 പേപ്പറിന് എൻഷുർ ചെയ്യുമ്പോൾ. സാർ, അപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. സാർ ഇപ്പോൾ പറഞ്ഞായിരുന്നു 9 പേപ്പർ എക്സംഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സംഷൻ ഫീയുടെ കാര്യം, എക്സാം ഫീയുടെ കാര്യം സാർ പറഞ്ഞായിരുന്നു. ഈ 9 പേപ്പറിന് എക്സാം ഫീസ് ഇല്ല. ഈ 9 പേപ്പർ എക്സംഷൻ തരുമ്പോൾ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അത് നിങ്ങൾക്കൊരു സേവിങ് കൂടിയാണ് അവിടെ. സാർ, നോർമലി ഒരു കുട്ടി ബികോം കഴിഞ്ഞ് ACCയിലോട്ട് വരുമ്പോൾ ബികോമിൻ്റെ ഒരു 3 വർഷവും ACCയുടെ ഒരു 2-2.5 വർഷം, മൊത്തത്തിലൊരു 5.5 വർഷം കഴിഞ്ഞിട്ടാണ് ആളൊരു ഏർണിങ്സിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ബെനിഫിറ്റാണ് ആ ഒരു ഇയറിൽ കിട്ടുന്നത്? ഓക്കെ, 2 ബെനിഫിറ്റാണ്. ഫസ്റ്റ്, ഡ്യുവൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരേ സമയത്ത് തന്നെ, അതായത് ഒരു 3 വർഷം മാക്സിമം ഒരു 3.5 വർഷം കൊണ്ട് ബികോമും ACC എന്ന് പറയുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ രണ്ടും നേടുക ചെയ്യുന്നത്. കാരണം ബികോമിൻ്റെ സിലബസിലേക്ക് ACCയുടെ പേപ്പേഴ്സ് മാപ്പ് ചെയ്തിരിക്കുക. സെക്കൻഡ് തിങ്, ഇപ്പോൾ റിയാസ് തന്നെ പറഞ്ഞു, ബികോം കഴിഞ്ഞ് ACCക്ക് പോയാൽ ഒരു 5-5.5 വർഷം സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ 3 വർഷം കൊണ്ടോ നിങ്ങളൊരു 3.5 വർഷത്തിനുള്ളിലോ തീർക്കുമ്പോൾ 2-2.5 വർഷം നമ്മൾ സേവ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് ഇപ്പോൾ ACC കഴിഞ്ഞ് ഒരു 50,000 സാലറിയിലാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ 50,000 12 മാസത്തേക്ക് ഒരു 6 lakhs അല്ലേ? ഈ 6 lakhs വെച്ച് 2.5 വർഷത്തെ നിങ്ങൾക്ക് നേടാവുന്ന എക്സ്ട്രാ ഏണിങ്സ് എത്രയാണ്? ഞാൻ ഇൻക്രിമെൻറ്റോ പ്രൊമോഷൻസ് ഇതൊന്നും കൂട്ടിയിട്ടില്ല. സ്ട്രൈറ്റ് 50,000 വെച്ച് 2.5 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50 lakhs. അതും നിങ്ങളുടെ ഒരു ബെനിഫിറ്റായി ഇവിടെ. ആ എക്സ്ട്രാ ഏണിങ്സ് കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ഡ്യുവൽ ക്വാളിഫിക്കേഷനും ടൈം സേവിങ്ങും എക്സ്ട്രാ ഏണിങ്സും അതാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടല്ലേ? യെസ്, നമ്മൾ ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ പറഞ്ഞല്ലോ, അക്കാഡമിക്സിൽ ഒരു കുറവ് സംഭവിക്കുന്നില്ല. ACCയിലെ എല്ലാ സബ്ജക്ട്സിലും നോളജ് ഉണ്ടാവുന്ന രീതിയിൽ എക്സംഷനുള്ള പേപ്പർ അടക്കം പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഇവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ബോത്ത് ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ലോജിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസ്. എന്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 9 പേപ്പർ എക്സംഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ബികോമിനോടൊപ്പം ഇവർ എഴുതിയെടുത്താൽ മതി. അപ്പോൾ ഈ ACCയുടെ ഈ 9 പേപ്പർ എക്സാം നടക്കുന്ന സമയം ആക്ച്വലി നമ്മുടെ കുട്ടികൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ ഈ നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസ്, അതിനകത്ത് കോർപ്പറേറ്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, ദാറ്റ് മീൻസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ സെഷൻ കൊടുക്കുന്നുണ്ട്, അതേപോലെ ഉപായ S+ പോലെയുള്ള പ്രോഗ്രാംസ് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുട്ടികൾ 3 വർഷം കഴിഞ്ഞ് ഈ പ്രോഗ്രാം പാസ്സായി ബികോമും ACCയും പാസ്സായി വരുമ്പോൾ ഇവർ ബെറ്റർ സ്കിൽസോട് കൂടിയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് അവരുടെ ഓപ്പർച്യൂണിറ്റി, അവർക്ക് കിട്ടാൻ പോകുന്ന സാലറി വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഇതിന് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ CEO രോഹിത് ജാവ, അദ്ദേഹം ഒരു MBA-കാരനാണ്. അദ്ദേഹം ഒരു വർഷം ഏൺ ചെയ്യുന്ന സാലറി, ആനുവൽ സാലറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ 25 CR. എത്ര MBA-കാർക്ക് ഈ സാലറി കിട്ടുന്നുണ്ട്? മജോറിറ്റിയും നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെക്കാൾ ഇത്രയൊരു ഹയർ സാലറിയിൽ വർക്ക് ചെയ്യുന്നു? സ്കില്ലായിരിക്കില്ല റീസൺ. അദ്ദേഹത്തിന് മുമ്പ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു സഞ്ജീവ് മേത്ത. അദ്ദേഹം വാങ്ങിയിരുന്ന സാലറി 22 CR മേളില്ല. അപ്പോൾ എല്ലാ പ്രൊഫഷണൽസും ഇത്രയധികം പാക്കേജ് വാങ്ങുന്നുണ്ടോ? അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കോർപ്പറേറ്റിലേക്കുള്ള എൻട്രി എൻഷുർ ചെയ്യും, സംശയം വേണ്ട, എനിക്കറിയാം. ബട്ട് നിങ്ങളുടെ കരിയറിലുള്ള ഗ്രോത്ത്, നിങ്ങളുടെ പ്രൊഫൈല്
ഇതൊക്കെ ബെറ്റർ ആക്കുന്നത്, ആ ലാഡറിൽ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കില്ല് വഴിയാണ്, നിങ്ങൾ നേടിയെടുക്കുന്ന സ്കില്ല് വഴിയാണ്. ആ സ്കില്ല് നേടിയെടുക്കാൻ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവർക്ക് കൊടുക്കുന്നത്.